കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് സൈക്കിൾ ചവിട്ടി പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വില വർധനവിന് കേരള ഗവൺമെന്റ് അവർക്ക് കിട്ടുന്ന നികുതിയിൽ നിന്ന് കുറവ് വരുത്തുന്നില്ല എന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ചവിട്ടി, അതായത് സൈക്കിൾ ചവിട്ടി നിയമസഭയിലേക്ക് എത്തുകയും നിയമസഭയിൽ സമരം നടത്തുകയും ചെയ്തു. അങ്ങനെയുള്ള നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന് 11 ദിവസത്തിനിടയിലാണ് 4 പ്രാവശ്യം വില വർദ്ധിപ്പിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ 7 മുതൽ 8 രൂപ വരെയാണ് വർധനവ്. ഈ വർധനവിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന് അവർക്ക് ലഭിക്കുന്ന നികുതി വരുമാനം ഒഴിവാക്കുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോ അസന്നിഗ്ധമായിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, സമരം നടത്തിയ നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നു ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അവസരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴേ ഒരു ന്യായം, അന്ന് ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള സുദീർഘമായ സമരം, പ്രക്ഷോഭം, ഞങ്ങളാണെങ്കിൽ ഇതെല്ലാം പരിഹരിക്കുമായിരുന്നു എന്ന കൃത്യമായിട്ടുള്ള അവകാശവാദം, അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിവെച്ച് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ ഒരു നയാ പൈസ കുറക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾക്കും ഈ തെറ്റായ നിലപാടിനെതിരായിട്ട് ശക്തിയായ സമരം കേന്ദ്രത്തിനെതിരായിരുന്നു. വില കുറക്കുമെന്ന് മുമ്പ് പറഞ്ഞ ഇപ്പൊ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ കുറക്കാതിരിക്കുന്നതിന്റെ നിലപാടിന്റെ ഭാഗമായി ശക്തിയായ രീതിയിൽ കേരളത്തിലെ ഗവൺമെന്റിനോടും ജനങ്ങൾക്കെതിരായ ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കാൻ 2 ഗവൺമെന്റുകളും ഫലപ്രദമായി ഇടപെടണം എന്ന് തന്നെയാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോഴ് സംസ്ഥാന ഗവൺമെന്റ് ധവളപത്രം പുറത്തിറക്കുകയാണ്. 300 പേജുള്ളതാണ്, മുഴുവൻ വായിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പൊതുവെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടമുള്ളതെല്ലാം സ്വകാര്യവൽക്കരിക്കുക. ഇനി അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെല്ലാം അടക്കുക. ഇത് തന്നെയാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി മുമ്പേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.